നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കേന്ദ്ര സർവകലാശാലയുടെ 4ാമത് വൈസ് ചാൻസലറായി കർണാടക സ്വദേശി പ്രൊഫസർ സിദ്ധു പി അൽകൂർ. നിലവിൽ പ്രൊഫസർ വിൻസെന്റ് മാത്യുവിനാണ് വൈസ് ചാൻസലർ ചുമതല. 2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചെലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചു. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ വീടുകളിലും കടകളിലും 2 വീതം റിംഗ് കമ്പോസ്റ്റാണ് വിതരണം ചെയ്തത്. ചിത്രകലയിൽ സർഗവാസന തെളിയിക്കുന്ന കാസർഗോഡ് കുമ്പളിയിലെ മോഹൻദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം പുസ്തകം പുറത്തിറക്കി ശ്രദ്ധേയനാവുകയാണ്. ചിത്രകലയിലെ ലഘുപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുവാനായി 2 പുസ്തകങ്ങളാണ് 38-കാരനായ യുവചിത്രകാരൻ ഇറക്കിയിരിക്കുന്നത്. സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയും ഹിംസയും വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി DYFI നേതൃത്വത്തിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറയിൽ വീട്ടുമുറ്റ സദസ്സൊരുക്കി. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്ടച്ചാൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. വാർത്തകൾ വിശദമായി. കേരള കേന്ദ്ര സർവകലാശാലയുടെ 4ാമത് വൈസ് ചാൻസലറായി കർണാടക സ്വദേശി പ്രൊഫസർ സിദ്ധു പി അൽകൂർ. നിലവിൽ പ്രൊഫസർ വിൻസെന്റ് മാത്യുവിനാണ് വൈസ് ചാൻസലർ ചുമതല. കേരള കേന്ദ്ര സർവകലാശാലയുടെ 4ാമത് വൈസ് ചാൻസലറാണ് കർണാടക സ്വദേശി പ്രൊഫസർ സിദ്ധു പി അൽകൂർ. ഡോക്ടർ ജാൻസി ജെയിംസ്, ഡോക്ടർ G ഗോപകുമാർ, പ്രൊഫസർ H വെങ്കടേശ്വരലു എന്നിവരാണ് മുൻ വൈസ് ചാൻസലർമാർ. 2 വർഷമായി ഇവിടെ ഇൻചാർജ് ഭരണമായിരുന്നു. പ്രൊഫസർ വിൻസെന്റ് മാത്യുവാണ് നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതല. ബെൽഗാവി റാണി ചെന്നമ്മ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ അംഗമായിരുന്ന പ്രൊഫസർ സിദ്ധു അവിടെ രജിസ്ട്രാറായും സേവനമനുഷ്ഠിച്ചു. ദീൻദയാൽ ഉപാധ്യായ, റാണി ചെന്നമ്മ, സംഗുള്ളി രായണ്ണ, ഡോക്ടർ BR അംബേദ്കർ എന്നിവരുടെ പേരിൽ ഗവേഷണ ചെയറുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. അക്കാദമിക മേഖലയിൽ 38 വർഷമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ സിദ്ധു മൈസൂരു സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ BTechഉം അലഹാബാദ് മോത്തിലാൽ നെഹ്റു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MTechഉം നേടി. ഗുൽബർഗ സർവകലാശാലയിൽ നിന്നുമാണ് PhD ബിരുദവും നേടിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ. 2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,73,60,353 രൂപ ചെലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ് ബഡ്ജറ്റ് രേഖ ഏറ്റുവാങ്ങി. നമുക്ക് മഹാത്മാ പുരസ്കാരം കൂടി നേടാൻ വേണ്ടി കഴിഞ്ഞു. 23-ൽ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു നേട്ടം നമുക്ക് കൊയ്യാൻ കഴിഞ്ഞത് സംസ്ഥാനത്തിനകത്ത് സ്വരാജ്യ പുരസ്കാരം 1ാം സ്ഥാനത്തോട് കൂടിയിട്ട് നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതി എക്കാലത്തും ഓർത്തു വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നേട്ടമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശുപത്രി അടക്കമുള്ള വിവിധ ഘടക സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മെയിൻ്റനൻസ് ബാങ്കിൽ നിന്ന് 1,27 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. റവന്യൂ ചെലവുകൾക്ക് എന്ന പോലെ തന്നെ മൂലധന ചെലവുകൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് കൃത്യമായ അളവിൽ കരുതൽ നടത്തിയിട്ടുണ്ട്. കരുവാച്ചേരി വനിതാ വിപണന കേന്ദ്രം കെട്ടിടം പൂർത്തീകരണത്തിനായി 36 ലക്ഷം, തൃക്കരിപ്പൂർ ചെറുവത്തൂർ ആശുപത്രിയിൽ ടോപ്പൈ അനലൈസർ വാങ്ങാൻ 9 ലക്ഷം രൂപ, ആശുപത്രികളിൽ CCTV സ്ഥാപിക്കൽ, കമ്പ്യൂട്ടർ വാങ്ങൽ എന്നിവയ്ക്ക് 4 ലക്ഷം രൂപ, ചെറുവത്തൂർ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് 6.75 ലക്ഷം രൂപ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത്ത്, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K അനിൽകുമാർ, VV സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T രതില,
കെ വല്ലി, TS നജീബ്, M കുഞ്ഞിരാമൻ, PB ഷീബ, MV സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി T രാഗേഷ്, ഹെഡ് അക്കൗണ്ടന്റ് EP വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സമ്മേളനം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിറ്റി ടവർ ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം മുടി സംസ്കരിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ നിങ്ങളെല്ലാം പൈസ കൊടുത്തിട്ടാണ്, പ്രൈവറ്റ് ആൾക്കാരെ കയ്യിൽ കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. എല്ലാം വേസ്റ്റ് സാധനങ്ങളെല്ലാം പ്രൈവറ്റായിട്ട് ഫീസ് കൊടുത്തു, നിങ്ങളെല്ലാം ഫീസ് കൊടുക്കുന്നു, ഫീസ് കൊടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഈ സംഘടനയുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു ആവശ്യം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ആ ജോലി ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങളുണ്ടാവും, വേസ്റ്റ് സാധനങ്ങളുണ്ടാവും. അത് അതെടുക്കാൻ, അത് കൊണ്ടുപോകാൻ ഒരു ഫീസും കൊടുക്കാതെ ഗവൺമെൻറ് തയ്യാറാവണം. കാരണം ഗവൺമെൻറ് തയ്യാറായി കൊണ്ടുപോയാൽ മാത്രമേ അത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അതിനെ ചെയ്യാൻ വേണ്ടി കഴിയൂ. സനീഷ് കുറുഞ്ചേരി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ശിവദാസ്, CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി താഹിറ കാസർഗോഡിനെ പ്രസിഡന്റായും അബ്ദുൾ ജലീലിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഒരുക്കി. നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഗരസഭാ പരിധിയിലെ വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ വീടുകളിലും കടകളിലും 2 വീതം റിംഗ് കമ്പോസ്റ്റാണ് വിതരണം ചെയ്തത്. നഗരസഭാ പരിധിയിലെ വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകളിലും കടകളിലും 2 വീതം റിംഗ് കമ്പോസ്റ്റാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷൻ, രവിയേട്ടൻ, അതുപോലെ HS ഷൈൻ P ജോസ് ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ ജീവനക്കാർ, അതുപോലെ ആനന്ദേട്ടൻ ഉൾപ്പെടെയുള്ള, രവിയേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മൾ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി റിംഗ് കമ്പോസ്റ്റും അതുപോലെ ബൊക്കാഷി ബക്കറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ നൽകുകയാണ്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സരസ്വതി KV അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷൻ, TK രവി, ആനന്ദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോഹരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പുതുക്കൈ വാർഡ് കൗൺസിലർ K രവീന്ദ്രൻ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ P ജോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്രകലയിൽ സർഗവാസന തെളിയിക്കുന്ന കാസർഗോഡ് കുമ്പളയിലെ മോഹൻദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം പുസ്തകം പുറത്തിറക്കി ശ്രദ്ധേയനാവുകയാണ്. ചിത്രകലയിലെ ലഘുപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുവാനായി 2 പുസ്തകങ്ങളാണ് 38-കാരനായ യുവചിത്രകാരൻ ഇറക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി സ്കെച്ച് എന്ന പേരിൽ 70 പേജുകളുള്ള 2 പുസ്തകങ്ങളാണ് യുവചിത്രകാരനായ മോഹൻദാസ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് ചിത്രങ്ങൾ. ആപ്പിളിൽ തുടങ്ങി സീബ്രയിലാണ് ചിത്രങ്ങൾ അവസാനിക്കുന്നത്. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം എങ്ങനെ തുടങ്ങണം, തുടർന്ന് അവസാന ഭാഗം പൂർത്തീകരിക്കൽ എന്നിവ കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ മോഹൻദാസ് ഇറക്കിയ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാം. പെൻസിൽ ഡ്രോയിങ്ങിലൂടെയാണ് ആസ്വാദ്യകരമാം വിധത്തിൽ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് അക്ഷരങ്ങളിലൂടെ വിവിധതരം പക്ഷികളെയും മൃഗങ്ങളെയും എളുപ്പത്തിൽ വരയ്ക്കാൻ സഹായകമാകുന്ന ചിത്രപുസ്തകം ആയിരങ്ങളായ കുരുന്നുകളെ ഇതിനകം ആകർഷിച്ചിട്ടുണ്ട്. കുട്ടികൾ പറയുന്നത് ഫസ്റ്റെല്ലാം ചിത്രം വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങളെ ബുക്ക് കിട്ടിയ പിന്നെ എനിക്ക് കുറച്ച് ഈസി മെത്തേഡിലായിട്ട് ഓരോ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടാകും. അതിൽ തോന്നുമ്പോൾ ഓരോ കുട്ടികളെല്ലാം ചിത്രം വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് പഠിപ്പിക്കാൻ തോന്നി. അത്ര ഒരു 2 മാസം ജാസ്തി തന്നെ വരുത്തും. 2 മാസം. സ്വകാര്യ സ്കൂൾ അധ്യാപകൻ കൂടിയായ മോഹൻദാസ് വിശ്രമവേളകളിലാണ് ചിത്രരചനയിൽ വ്യാപൃതനാകുന്നത്.
വീടിന്റെ ചുമരുകൾ നിറയെ മോഹൻദാസ് വരച്ച ചിത്രങ്ങൾ കാണാം. 10ാം ക്ലാസ് മുതൽ ചിത്രകലയിൽ സജീവമാണ് ഈ യുവാവ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയും ഹിംസയും വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറയിൽ വീട്ടുമുറ്റ സദസ്സൊരുക്കി. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്ടച്ചാൽ ഉദ്ഘാടനം ചെയ്തു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത്. ലഹരി വിപത്തുകളെ തടയാൻ യൂണിറ്റ് പരിധിയിലുള്ളവരെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്ടച്ചാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പം അമ്മമാരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. 4 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. 4 ചോദ്യങ്ങൾ. നിങ്ങൾ എന്തായാലും ആ 4 ചോദ്യത്തിന് ഉത്തരം പറയും. ആ കാറിൻ്റെ നിറം എന്താ? ആ സ്ത്രീ ഉടുത്ത സാരിയുടെ നിറം എന്താ? അയാളുടെ ഡ്രസ്സിൻ്റെ നിറം എന്താ? എത്രാമത്തെ ചാവിയിലാണ് ഡോർ തുറന്നത്? ഇങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടൊന്നും കേൾക്കണ്ടേ അല്ലേ? നമ്മൾ സൂക്ഷ്മതയോടെ കേൾക്കാത്തതാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചത്. സത്യമല്ലേ ഞാൻ പറഞ്ഞു? നമ്മൾ ആരുടെയോ ഒരു കാര്യത്തിന് അല്ലേ, ഏതോ ഒരു കാര്യത്തിന് ഇത്ര നെർവസ് ആയിട്ട് നമ്മൾ ആ കഥ കേൾക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര അല്ലേ നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുകുമാരൻ, ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖല പ്രസിഡന്റ് എൻ അഭിരാമി, മേഖലാ ട്രഷറർ സുദിൻ പള്ളിപ്പാറ, CPM പള്ളിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി എം രാഗേഷ്, ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് പി അഭിനന്ദ, സെക്രട്ടറി കെ വിജില എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുമുൽ കാഴ്ച സമർപ്പണം പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട കോട്ടച്ചേരി മേൽപ്പാലം വഴി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തി. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ തിരുമുൽ കാഴ്ച നടന്നു. പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ കോട്ടച്ചേരി മേൽപ്പാലം വഴി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുമുൽ കാഴ്ച എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി തിരുമുൽ കാഴ്ചയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകളാണ് തിരുമുൽ കാഴ്ച സമർപ്പണത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വലിയ പറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമി മഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 22-23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 23 പുലർച്ചെ 4 മണിക്ക് അഗ്നികണ്ഠാകർണൻ തെയ്യത്തിന്റെ പുറപ്പാട് നടക്കും. കളിയാട്ട മഹോത്സവം മാർച്ച് 22 വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. തുടർന്ന് പൊട്ടൻദൈവം, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ തോറ്റം നടക്കും. രാത്രി 8 മണിക്ക് അഗ്നികണ്ഠാകർണന്റെ വെള്ളാട്ടവും 9 മണിക്ക് കന്നുവീട് കടപ്പുറം എരമത്ത് തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളോടെ മുത്തുകുടകളുടെയും ബാലികമാരുടെയും അകമ്പടിയിൽ തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. രാത്രി 10 മണിക്ക് സ്പ്രിംഗ് ഡാൻസർ കാലിക്കറ്റ് സൂപ്പർ ബാൻഡിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. മാർച്ച് 23 പുലർച്ചെ 3 മണി മുതൽ പൊട്ടൻദൈവം, കുട്ടിച്ചാത്തൻ എന്നീ ദേവക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. 4 മണിക്ക് അഗ്നികണ്ഠാകർണന്റെ പുറപ്പാട് നടക്കും. രാവിലെ മുതൽ ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ ദേവക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കും. വൈകുന്നേരം 4 മണിക്ക് അഗ്നികണ്ഠാകർണന്റെ തർപ്പണത്തോടെ 2 ദിവസത്തെ കളിയാട്ടത്തിന് സമാപനമാവും. വാർത്താ സമ്മേളനത്തിൽ കെ വാമനൻ, കെ വി രാമചന്ദ്രൻ, കെ വി കുഞ്ഞികൃഷ്ണൻ, സി ദേവരാജൻ, കെ വി കരുണാകരൻ, കെ വി പത്മനാഭൻ, ടി ഗംഗലാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കാസർഗോഡ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പുളിക്കുന്നിൽ നടന്ന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡിന് ഒരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും നിറവേകി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പുലിക്കുന്നിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത്. സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ യൂണിയൻ പ്രതിനിധികളായ ഉമേശൻ, കലീൽ പടിഞ്ഞാർ, അബൂബക്കർ തുരുത്തി, രാമൻ എന്നിവർ സംസാരിച്ചു. സ്നേഹമാണ്, മാനവൻ്റെ ഐക്യവും സ്നേഹവുമാണ് എല്ലാറ്റിനും വലുത്. നമുക്ക് മതങ്ങളോ ജാതിയോ രാഷ്ട്രീയമോ അതിനപ്പുറമുള്ളതൊന്നുമല്ല. അതിനേക്കാളും ഏറ്റവും വലുത് മാനവികതയാണ്. ഇന്ന് പിന്നെ പലയിടത്തും പല സംഘടനകളും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുന്ന ഒരു രീതി ചിലയിടത്തെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതിന് വിപരീതമായി ഒരു സൗഹൃദം എല്ലാവരെയും ഒത്തുചേർന്ന് കൊണ്ട് നടത്തിയ ഈ പരിപാടി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് പ്രസിഡന്റ് കലീൽ തളങ്കര, സെക്രട്ടറി സുനിൽകുമാർ ചാത്തപ്പാടി, വൈസ് പ്രസിഡന്റുമാരായ നവീൻ, കുമാർ മാന്യ, ജോയിന്റ് സെക്രട്ടറി വിജയൻ പരവനടുക്കം, ഖാദർ ദേളി, നാരായണൻ വെള്ളൂരടുക്ക, രവി മേൽപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ NP രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും മാർച്ച് 20 നടക്കും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ NP രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും നടക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ താക്കോൽദാനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും നടത്തും. അഡ്വക്കേറ്റ് KK നാരായണൻ ഡോക്ടർ NP രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ PV ബാലൻ, സെക്രട്ടറി ജോഷിമൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ്, ഗോകുലാനന്ദൻ, മറ്റ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, 15 വർഷത്തോളമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുക്കും മൂലയിലും 365 ദിവസവും പാവപ്പെട്ട രോഗികൾക്ക്, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമായി വിളിച്ചാലെത്തുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നായർ, വൈസ് പ്രസിഡന്റ് PV ബാലൻ, സെക്രട്ടറി ജോഷിമോൻ KT, രക്ഷാധികാരി പത്മനാഭൻ T, ട്രഷറർ CA പീറ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ N സുരേഷ്, ഗോകുലാനന്ദൻ, മോനാച്ച എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ.
fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറക് കൂട്ടായ്മയും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ആതുര സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽചെയറുകൾ വിതരണം ചെയ്തു. ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് റുക്മ എസ് രാജ് വീൽചെയറുകളുടെ വിതരണം നിർവഹിച്ചു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറക് കൂട്ടായ്മയും സംയുക്തമായി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽചെയറുകൾ വിതരണം ചെയ്തു. ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് വീൽചെയറുകളുടെ വിതരണം നിർവഹിച്ചു. 1 ലക്ഷത്തിലെത്താൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ മതങ്ങളും ഓരോരോ രീതിയിലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്ന് മാത്രം. അപ്പോൾ മനുഷ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പര സ്നേഹവും സഹോദര സ്നേഹവും സേവനം ചെയ്യാനുള്ള മനോഭാവവും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരോട് എംപതൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണ് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനുഷ്യരായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ചില അവസരങ്ങളിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഏറ്റവും ചെറിയ ഒരു എത്രയും ദുർബലരാണ് മനുഷ്യരെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് പലർക്കും ചിറകില്ലാത്തൊരവസ്ഥ വരും. നമുക്ക് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് ചിറക് വെച്ച് പറക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തരാക്കാനുള്ള വഴികളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്നത്. ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാഫർ അലി മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത്, ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ മുഹമ്മദ് എന്നെ, പ്രഗതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൽ ഉദയകുമാർ, ഷഫീഖ് ആവിക്കൽ, ഉല്ലാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു. വിവിധ ആതുര സ്ഥാപനങ്ങളുടെ മേധാവികൾ വീൽചെയറുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠ ദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളിലായി നടക്കും. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളിലായി നടക്കും. യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. മഹോത്സവ പരിപാടികളുടെ ഭാഗമായുള്ള ആദ്യ നിധിശേഖരണം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. വിമല വെള്ളിക്കോത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ M. ദാമോദരൻ വിഷ്ണുമംഗലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനവും നടന്നു. വിദ്യാധരൻ കാട്ടൂറിന് നൽകിക്കൊണ്ട് ക്ഷേത്രം മേൽശാന്തി സത്യൻ മധുരമ്പാടി തായർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. അത്യുജ്വലവുമായ ഒരു വലിയ പരിപാടിയാണ് ഇന്നിപ്പോൾ നടന്നിട്ടുള്ളത്. ഈ ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ വളരെ ആകാംക്ഷയായിരുന്നു, എങ്ങനെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച്. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു നോട്ടീസുമായി മുന്നോട്ട് പോയപ്പോൾ വസ്തു സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ ആ സമയത്ത് തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തു. ഞാൻ ട്രസ്റ്റി ബോർഡ് മെമ്പറോട് ശ്രീ നാരായണോട് പറഞ്ഞ് ധൈര്യമോട് പറഞ്ഞ വളരെ വിജയകരമായ ഒരു പരിപാടി ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞത് ഏറെ സന്തോഷിക്കുക. വർക്കിംഗ് ചെയർമാൻ സുധീർ ബാബു സ്വാഗതം പറഞ്ഞു. M. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ മണ്ണട്ട നന്ദി രേഖപ്പെടുത്തി. ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടമത്ത്, ട്രസ്റ്റി മെമ്പർ V. നാരായണൻ വിഷ്ണുമംഗലം, ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, സന്തോഷ് മധുരമ്പാടി, ദാമോദരൻ A, വിദ്യാധരൻ കാട്ടൂർ, T. പത്മനാഭൻ നായർ, ദിവാകരൻ മാസ്റ്റർ, ജാനകിയമ്മ മധുരമ്പാടി, മാതൃസമിതി സെക്രട്ടറി രതി ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മടിക്കൈ കടയങ്ങൻ തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തലക്കാനം രാജൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കടയങ്ങൻ തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തലക്കാനം രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയായവരും അമ്മമാരും ഒക്കെ ഒത്തുകൂടി നമ്മുടെ വിശേഷങ്ങളെല്ലാം, നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിയുകയാണ്. എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരക്ക് കാരണം കുറച്ചാളും മാറി നിൽക്കുന്നുണ്ടാവും. കുറച്ചാൾ നമ്മുടെ ഇവിടെ വന്ന് അല്ലെങ്കിൽ കുറച്ചിരുന്ന് പോവുക എന്നൊക്കെ മനസ്സ് കൂട്ടി വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമം നടക്കുന്നത്. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് പ്രതീഷൻ കടയങ്ങൻ അധ്യക്ഷനായി. നിതീഷ് കടയങ്ങൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് മുരളി മടിയൻ, നാദക്കോട്ട് കഴകം ഭാരവാഹി സന്തോഷ് മടിക്കൈ, ചന്ദ്രൻ അരീക്കര, കെ മിനി കാഞ്ഞങ്ങാട് സൗത്ത്, സൗമ്യ സജീവ്, മധു കടയങ്ങൻ മുണ്ട്യാനം എന്നിവർ സംസാരിച്ചു. തുടർന്ന് തറവാട് കാരണവന്മാരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെയും ആദരിച്ചു. ബാലകൃഷ്ണൻ ചാളക്കടവ് സ്വാഗതവും ജയേഷ് മടിക്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് തറവാട്ടംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമസ്ത പൊതുപരീക്ഷയിൽ അജാനൂർ കടപ്പുറം MU മദ്രസയിൽ നിന്നും മിന്നുന്ന വിജയം കൈവരിച്ച കുട്ടികളെയും ഇവരെ സജ്ജരാക്കിയ അധ്യാപകരെയും അനുമോദിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ മദ്രസ പൊതുപരീക്ഷയിൽ അജാനൂർ കടപ്പുറം MU മദ്രസയിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. 5ാം ക്ലാസ്സിൽ നിന്നും ടോപ്പ് പ്ലസ് നേടിയ സൈനബ് ഇബ്രാഹിം, നിദ ഫാത്തിമ, ഹാജറ എന്നിവരെയും 7ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് നേടിയ ആയിഷത്ത് അഷ്ജാൻ, 10ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് നേടിയ അസ്ന KP എന്നിവരെയും ഈ കുട്ടികളുടെ മിന്നുന്ന വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മദ്രസ അധ്യാപകരായ അഷറഫ് ദാരിമി, ഹംസ മൗലവി, സിറാജുദ്ദീൻ ദാരിമി, ഷിഹാബ് മൗലവി, സ്വാലിഹ് ദാരിമി എന്നിവരെയും അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റും സുന്നി മഹല്ല് ഫെഡറേഷന്റെ കാസർഗോഡ് ജില്ലാ ട്രഷറർ ഹമീദ് ഹാജി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. 3 ടോപ്പ് പ്ലസ് വിദ്യാർത്ഥികൾ വിജയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടോപ്പ് പ്ലസ് കിട്ടാത്തപ്പോൾ നമുക്ക് വിഷമിച്ചവരാണ്. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം 5ാം ക്ലാസ്സിൽ 3 ടോപ്പ് പ്ലസ്. 1 സൈനബ് ഇബ്രാഹിം, 2 നിദ ഫാത്തിമ, 3 ഹാജറ. ഈ 3 പേരാണ് 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസിൽ വിജയിച്ചത്. ഈ പൊതുപരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷദായകമായ ഒരു അവസ്ഥയാണ്. ഇത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരുപാട് വർഷങ്ങളിലായി ഇനിയും ഈ നല്ലത് തുടരാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഈ നല്ലൊരു അവസ്ഥാവിശേഷത്തിൽ ഇങ്ങനെയൊരു സമ്മാനദാനത്തിന്, ഉപഹാര സമർപ്പണത്തിന് തയ്യാറായ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. KM അഹമ്മദ്, CH മജീദ്, ജാഫർ പാലായി, A അബ്ദുള്ള, സമദ് KP എന്നിവർ കുട്ടികൾക്കും അധ്യാപകർക്കും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കേന്ദ്ര സർവകലാശാലയുടെ 4ാമത് വൈസ് ചാൻസലറായി കർണാടക സ്വദേശി പ്രൊഫസർ സിദ്ദു P അൽഗൂർ. നിലവിൽ പ്രൊഫസർ വിൻസെന്റ് മാത്യുവിനാണ് വൈസ് ചാൻസലർ ചുമതല. 2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചെലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചു. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ വീടുകളിലും കടകളിലും 2 വീതം റിംഗ് കമ്പോസ്റ്റാണ് വിതരണം ചെയ്തത്. ചിത്രകലയിൽ സർഗവാസന തെളിയിക്കുന്ന കാസർഗോഡ് കുമ്പളിയിലെ മോഹൻദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം പുസ്തകം പുറത്തിറക്കി ശ്രദ്ധേയനാവുകയാണ്. ചിത്രകലയിലെ ലഘുപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുവാനായി 2 പുസ്തകങ്ങളാണ് 38-കാരനായ യുവ ചിത്രകാരൻ ഇറക്കിയിരിക്കുന്നത്. സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയും ഹിംസയും വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി DYFI നേതൃത്വത്തിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറയിൽ വീട്ടുമുറ്റ സദസ്സൊരുക്കി. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്ടച്ചാൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.